പ്രകൃതിയുമായുള്ള ചേർന്നുപോക്കിൽ നാം പാലിക്കേണ്ടുന്ന സുതാര്യ മൂല്യങ്ങളിൽ ഉത്തരവാദിത്വത്തിന് നാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നതിലുപരി പ്രകൃതിയുമായുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനോടുള്ള ഉത്തരവാദിത്വം നാം എത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി ടേൺസ് ഫ്രീഡം ഇൻ ടു വാല്യൂ ബേസ്ഡ് ആക്ഷൻ ആൻഡ് കോ എക്സിസ്റ്റൻസ്. ഉത്തരവാദിത്വം സ്വന്തം പ്രവർത്തനങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഫലങ്ങൾ ഏറ്റെടുക്കുന്ന ബോധമാണ്. സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള കഴിവാണെങ്കിൽ ഉത്തരവാദിത്വം ആ തിരഞ്ഞെടുപ്പിനെ ധർമ്മത്തോടും മൂല്യങ്ങളോടും ചേർത്ത് ഉപയോഗിക്കലാണ്. ഒളിമ്പസ് ദർശനത്തിൽ വ്യക്തിയുടെ പ്രവർത്തനം മറ്റുള്ളവരെയും പ്രകൃതിയെയും സ്വാധീനിക്കുന്നതിനാൽ സ്വന്തം പങ്ക് തിരിച്ചറിഞ്ഞ് പാരസ്പര്യവും സമാധാനവും സംരക്ഷിക്കുന്നതാണ് പക്വമായ ഉത്തരവാദിത്വം. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം ഉത്തരവാദിത്വം എന്ന സുതാര്യ മൂല്യത്തെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പ്രകൃതിയോടും നമ്മളോടും പാലിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എന്നുള്ളതിനെ കുറിച്ച്. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്വം സ്വാതന്ത്ര്യത്തെ ധർമ്മമാക്കി ജീവിക്കുന്ന ബോധമാണ്. അതായത് നമ്മുടെ തീരുമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലങ്ങൾ മറ്റുള്ളവരെയും പ്രകൃതിയെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധമാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്വന്തം പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോ അതില് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ തീരുമാനങ്ങളുടെ ഫലം അതിനെ സ്വീകരിക്കുക എന്നതുകൂടി ഉത്തരവാദിത്വത്തിൽ പ്രധാനമാണ്. അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും വരുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അതിന്റെ ഫലത്തെ സ്വീകരിക്കലും കൂടെ ചേർന്നതാണ്. അപ്പൊ അവിടെ വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ധർമ്മം എന്താണോ അത് നമ്മൾ ശരിയാവണ്ണം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ചൊക്കെ വളരെയധികം ബോധ്യമുള്ളവരാണ്, അല്ലെങ്കിൽ ബോധവാന്മാരാണ്, അതിനുവേണ്ടി ഘോരഘോരം പോരാടുന്നവരാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചേർന്ന് പോകുന്ന പ്രകൃതിയുമായിട്ട് ഉള്ള ബന്ധത്തിൽ എത്രത്തോളം അത് പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പൊ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ മറ്റുള്ളവരുടെ അവകാശങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ്. അപ്പൊ ഇവിടെ ഉത്തരവാദിത്വത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാല് നമ്മുടെ സ്വാതന്ത്ര്യത്തെ കൂടി ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഗുണകരമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തെരഞ്ഞെടുത്തതിന്റെ ശരിയായിട്ടുള്ള ഒരു ഉപയോഗം എന്നുള്ളത്, അതായത് ശരിയാവണ്ണം അത് ഉപയോഗിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ തെരഞ്ഞെടുത്ത കാര്യങ്ങൾ പ്രവർത്തിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുടെ ഫലം അതിൽ നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പങ്ക് എന്താണ് എന്നുള്ളതൊക്കെയും നമ്മൾ സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചെയ്തതിന്റെ കാര്യം അത് നല്ലതാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുകയും അതിന്റെ ഫലം ദോഷമാണെങ്കിൽ അല്ലെങ്കിൽ മോശമാണെങ്കിൽ അത് മറ്റുള്ളതിന്റെ പേരിൽ ചാർത്തുകയും ചെയ്യുക എന്നുള്ളതല്ല ശരിയായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യത്തോടൊപ്പം തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ബോധം എന്ന് പറയുന്നത് കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ മുന്നേ പറഞ്ഞ ആ പ്രകൃതിയോടുള്ള നമ്മുടെ ധർമ്മം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമ്മെ ദിശ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ധർമ്മബോധമാണ്, നമ്മുടെ പ്രകൃതിയോടുള്ള ധർമ്മബോധമാണ് നമുക്ക് കൃത്യമായിട്ട് ദിശ കാണിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ അത് ശരിയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ സുതാര്യ മൂല്യങ്ങൾ തീർച്ചയായിട്ടും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ സത്യനിഷ്ഠ അല്ലെങ്കിൽ കരുണ അല്ലെങ്കിൽ നമ്മുടെ ധർമ്മബോധം ഇതെല്ലാം തന്നെ നമ്മൾ അവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പൊ മൂല്യങ്ങളോട് ചേർന്നിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ധർമ്മ നിർവഹണത്തിലേക്ക് നമ്മളെ നയിക്കുക. അപ്പൊ ആ
ധർമ്മം എന്താണെന്ന് ബോധ്യപ്പെട്ട് അത് ശരിയാവണ്ണം നിർവഹിക്കുന്നതിൽ സ്ഥിരത ഉണ്ടാകണമെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി സ്വാതരം എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു മൂല്യത്തെക്കുറിച്ച്. അതായത് നമ്മൾ എത്രത്തോളം നമുക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം, ഇതിനോടുള്ള ഒരു ഉത്തരവാദിത്വം എത്രത്തോളം നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കമ്മിറ്റിയാണ്. തീർച്ചയായിട്ടും ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു മൂല്യം സ്വാതന്ത്ര്യം തന്നെയാണ്. അവിടെ നമുക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് നാം ഒഴിവാക്കേണ്ടത്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിനായിട്ട്, മാനസികമായിട്ടുള്ള ശാന്തമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തെല്ലാം, അതായത് സ്വന്തം വളർച്ചയോടുള്ള ഒരു പ്രതിബദ്ധത എത്രത്തോളം നമ്മൾ നിലനിർത്തുന്നു എന്നുള്ളതിൽ ഉത്തരവാദിത്വം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ സത്യനിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരു ഏകത ഉണ്ടാകേണ്ടതിന്റെ ഒരു ആവശ്യകത, അത് രണ്ടും തമ്മിലുള്ള യോജിപ്പ് ഉണ്ടാകേണ്ടതിന്റെ ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചെയ്തതിന്റെ തെറ്റുകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കേണ്ടതുണ്ട്. അതല്ലാതെ മറ്റുള്ളതിനെ കുറ്റപ്പെടുത്തുക, അവരെ ചെയ്യാത്തതിന്റെ അല്ലെങ്കിൽ സാഹചര്യമാണ് ഇതിന് കാരണം എന്നുള്ളതിന്മേൽ ചേർത്താതെ അതിന്റെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അത് ഞാനാണ് ചെയ്തത് എന്നുള്ളത് സ്വയം അംഗീകരിക്കാനുള്ള ഒരു ധൈര്യം സന്നദ്ധത നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ സത്യനിഷ്ഠ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇനി കരുണ എന്ന് പറയുന്ന ഒരു മൂല്യം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം. കരുണയാണ് നമ്മളും നമ്മുടെ ചുറ്റുപാടിനോടും ചേർന്നുള്ള ആ ഒരു ബന്ധം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. അപ്പൊ അവിടെ മറ്റുള്ളവരുടെ അവസ്ഥ പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ സാമൂഹികമായിട്ടുള്ള ഫലം എത്രത്തോളം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഫലം കാണിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. മറ്റുള്ളവരുടെ ദുർബലതകളെ ചൂഷണം ചെയ്യാതെ കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ കരുണയും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഇനി പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മൾ ഉത്തരവാദിത്വത്തെ എങ്ങനെ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രകൃതി എന്ന് പറയുന്നതിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആ ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തിൽ, അതിനോടുള്ള ഇടപെടലിൽ നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടുന്ന പല കാര്യങ്ങളും പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കുക, അതുപോലെ മാലിന്യം കുറയ്ക്കുക, പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക, ജീവജാലങ്ങൾക്ക്, അതായത് നമ്മെ പോലെ തന്നെ മറ്റു ജീവികൾക്കും ഇവിടെ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുണ്ട്, അവർക്ക് ഇവിടെ പല അവകാശങ്ങളും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭൂമിയെ നമ്മൾ ബാക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധത്തോടു കൂടി ഇടപെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ പ്രകൃതിയിലെ നമ്മുടെ ഇടപെടൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതുകൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ തന്നെ, ഇത്രയും മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ തന്നെ നമ്മളും നമ്മുടെ സമൂഹവും തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ ഊർജിതമാകുന്നുള്ളതാണ്. അതായത് നമ്മുടെ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമൂഹത്തെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാകുമ്പോൾ അവിടെ ബന്ധങ്ങൾ വളരെ സുരക്ഷിതത്വമുള്ളതാകുന്നു, അതുപോലെ വിശ്വാസ്യത വളരുന്നു, അതുപോലെ സമൂഹത്തിന്റെ ശാന്തി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ സഹജീവിതം എന്ന് പറയുന്നത് വളരെ ഗുണമുള്ളതായി തീരും. അതായത് ഒരു ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇടപെടുക എന്നതിനപ്പുറം നമ്മുടെ ഉള്ളിൽ നിന്നും ഈ കരുണയും അതുപോലെ പിന്നെ സത്യനിഷ്ഠയും അതുപോലെ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വവും എല്ലാം ചേർന്ന് വരുന്ന സമയത്ത് അത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സാമൂഹിക വിജയം ഉറപ്പാക്കും എന്നുള്ളതാണ്. ഒളിമ്പസ് ദർശനത്തിൽ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, നമുക്കറിയാം പ്രകൃതിയിലെ ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു കാര്യം അതിനെ നിലനിർത്തുന്ന സംവിധാനത്തെയാണ്, അതായത് ജീവനെ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ജീവൻ എന്ന് പറയുന്നത് തന്നെ നിലനിൽക്കുന്നത്
പരസ്പര ബന്ധത്തിലാണ്. അപ്പൊ ഈ പാരസ്പര്യം നിലനിർത്തുക എന്നുള്ളതിനാണ് നമ്മൾ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് ഒളിമ്പസ് പറയുന്നത്. നമ്മുടെ ഓരോ ചെറിയ പ്രവർത്തനവും മറ്റൊന്നിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ സ്വതന്ത്രപൂർവ്വമായിട്ട് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ ആദ്യമേ സംസാരിച്ചു. ആ സ്വതന്ത്രപൂർവ്വമായിട്ടുള്ള തെരഞ്ഞെടുപ്പില് ഈ ജീവന്റെ പരസ്പര ബന്ധത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിന് നമ്മൾ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. അവിടെ തീർച്ചയായിട്ടും നമ്മൾ ധർമ്മപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ആയിരിക്കും അവിടെ നമ്മൾ കാഴ്ചവെക്കുക, അല്ലെങ്കിൽ ജീവന് പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ പാരസ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് അത് തന്നെയാണ് പ്രകൃതി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പാരസ്പര്യത്തെ നിലനിർത്തുന്നതിനുള്ള, അല്ലെങ്കിൽ ഈ പാരസ്പര്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതിന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വളർച്ച എന്ന് പറയുന്നത്, അതായത് ഉത്തരവാദിത്വത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ രീതിയിലാണ്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു തീരുമാനം എടുത്തു തുടങ്ങുന്നത്. അപ്പൊ ആ തീരുമാനം എന്ന് പറയുന്നത് അത് അതായത് ഈ ഉത്തരവാദിത്വം എന്ന ആ ബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ ബോധം നമ്മളെ ധർമ്മത്തിലേക്ക് ശ്രദ്ധ നൽകുന്നു. ആ ധർമ്മം കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ദിശ കാണിക്കുന്നു എന്നുള്ളതാണ് ഈ അതിന്റെ ഫലം. അത് തീർച്ചയായിട്ടും നമ്മളെ ഉത്തരവാദിത്വത്തിലേക്ക് കൂടുതൽ നല്ല, അല്ലെങ്കിൽ കൂടുതൽ പക്വമായ ഉത്തരവാദിത്വത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്റെ പങ്ക്, ഞാൻ ചെയ്തതിന്റെ ഫലം എന്നത് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ബോധമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അവിടെ നല്ല ഒരു ഫലം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം അത് ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നതിനേക്കാൾ എന്റെ ഒരു പങ്കാണ് ഞാൻ അവിടെ നിർവഹിച്ചത് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫലം എന്ന് പറയുന്നത് എത്രത്തോളം തന്റെ ചുറ്റുപാടിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഗുണകരമാകുന്നുണ്ട് എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ എന്റെ പങ്ക് എന്ന ബോധത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്തതിൽ മോശമായിട്ടുള്ള ഒരു ഫലമാണ് വന്നതെങ്കിൽ ഇനി എന്ത് തിരുത്താം, എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അവിടെ ആ കുറ്റപ്പെടുത്തുക, അത് സ്വയമാണെങ്കിലും മറ്റുള്ളവരെ ആണെങ്കിലും ആ കുറ്റപ്പെടുത്തുക എന്നതിൽ നിന്നും ഇതിന് പരിഹാരം എന്താണ് എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു ഉത്തരവാദിത്വത്തിന്റെ പക്വത, അല്ലെങ്കിൽ പക്വമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതുപോലെ സ്വന്തം പ്രവർത്തനങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഫലങ്ങൾ സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു ബോധമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോ ഈ ഒരു ബോധം എല്ലാവരിലും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കട്ടെ. അതിലൂടെ പ്രകൃതിക്കും അതുപോലെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും കൃത്യമായിട്ടുള്ള ഒരു ദിശയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.